എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിലവിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റാണ് ഈ വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ മോഹൻലാലിന്റെ ഏറ്റവും പുതിയ മലയാള സിനിമയായ നേരെന്ന സിനിമയാണ്. ജീത്തു ജോസഫിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ, പ്രിയമണി, സിദ്ദിഖ്, അനശ്വരാജൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഡിസംബർ മാസം 21-ാം തീയതി ക്രിസ്മസ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ഏറ്റവും പുതിയ കോർട്ട് റൂം വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണ് നേര്. ആദ്യ ദിവസം മുതൽ ഗംഭീരമായിട്ടൊരു പോസിറ്റീവ് റെസ്പോൺസ് നേടിയ സിനിമ ഇപ്പോഴത്തെ ചിത്രം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും 13 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 13 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 2,11,00,000 രൂപയാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. നേരെന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 13 ദിവസം കൊണ്ട് 38,20,00,000 രൂപയാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. 14 ദിവസമായി ഇന്നും ചിത്രത്തിന് 1.5 കോടി 2 കോടിക്കടുത്ത് രൂപ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചിത്രം 14 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 40 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. ഇനി ചിത്രത്തിന്റെ 13 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 13 ദിവസം കൊണ്ട് ചിത്രം ലോകമെമ്പാട് നിന്നും 69 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 14 ദിവസമായ ഇന്നത്തെ കളക്ഷനോട് കൂടി ചിത്രം 70 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. കാത്തിരിക്കാം ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി. അടുത്ത സിനിമയും ഒരു മലയാള സിനിമ തന്നെയാണ്. എം പത്മകുമാറിന്റെ സംവിധാനത്തിൽ നരേൻ, മീര ജാസൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഈ കഴിഞ്ഞ ഡിസംബർ മാസം 29-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ ക്യൂൻ എലിസബത്ത്. കേരള ബോക്സ് ഓഫീസിൽ 6 ദിവസം പിന്നിട്ട സിനിമ തിയേറ്ററുകളിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമ കൂടിയായിരുന്നു. ചിത്രത്തിന്റെ ആദ്യ 6 ദിവസത്തെ ഡീറ്റെയിൽഡ് കളക്ഷൻ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ വലിയ ഹൈപ്പോ പ്രമോഷനോ ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ സിനിമ കൂടിയായിരുന്നു ക്യൂൻ എലിസബത്ത്. ക്യൂൻ എലിസബത്ത് എന്ന സിനിമ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 18 ലക്ഷം രൂപയും, രണ്ടാം ദിവസമായ ശനിയാഴ്ച ചിത്രം 25 ലക്ഷം രൂപയും, മൂന്നാം ദിവസമായ ഞായറാഴ്ച ചിത്രം 27 ലക്ഷം രൂപയും, നാലാമത്തെ ദിവസമായ തിങ്കളാഴ്ച ചിത്രം 20 ലക്ഷം രൂപയും, അഞ്ചാം ദിവസമായ ചൊവ്വാഴ്ച ചിത്രം 22 ലക്ഷം രൂപയുമാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ആദ്യ 5 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രം 1,13,00,000 രൂപയാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. 3.5 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ക്യൂൻ എലിസബത്ത് എന്ന സിനിമ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ വിജയിക്കണമെങ്കിൽ 8 കോടി രൂപയെങ്കിലും ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഗ്രോസ് കളക്ഷൻ നേടേണ്ടതാണ്. നിലവിലത്തെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രം ആ ഒരു ബ്രേക്ക് ഇവനിലേക്ക് എത്തുകയില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കും മൂവി റിവ്യൂകൾക്കുമായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യവും പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.